വൈകിട്ട് എന്താ പരിപാടി എന്നല്ലേ? ഇത് വൈകിട്ടാണ് കേട്ടോ. വൈകിട്ട് വേറെ ഒന്നുമല്ല, നമ്മളുടെ ചന്ത തുടങ്ങിയിട്ടുണ്ടല്ലോ, അതായത് നമ്മളുടെ ഓർക്കാട്ടേരി ചന്ത. അപ്പോൾ അവിടത്തേക്ക് പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. ഇത് ഒരു ദിവസം വൈകുന്നേരമാണ്, 2-3 ദിവസം മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അനീഷേട്ടനൊഴികെ ബാക്കി നമ്മളെല്ലാവരും ഉണ്ട്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അന്ന് പോവാന്നുള്ളത്. അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്ന് റെഡിയായി ഞങ്ങളിതാ പോവാൻ നോക്കുകയാണ് കേട്ടോ. ഫെബ്രുവരി 5 വരെയാണ് കേട്ടോ ഓർക്കാട്ടേരി ചന്തയുള്ളത്. അപ്പം നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോകാം, കാരണം അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ 5-ന് ശേഷം കുറച്ച് വില കുറച്ചിട്ട് കിട്ടുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്നറിയില്ല. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അധികം തിരക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പിള്ളേർ ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ എന്നാൽ പിന്നെ പോവാമെന്നായി, അങ്ങനെ പോയതാണേ. അപ്പോൾ ഇത് ഞങ്ങളൊരു 5 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള തിരക്കുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ, കാരണം ഈ സമയത്ത് തിരക്കുകൾ കുറവായിരിക്കും. പിന്നെ ഒരു രാത്രി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. കഴിഞ്ഞ തവണയൊന്നും നമ്മൾ പോയ സമയത്ത് ശരിക്കും അപ്പുറത്തുള്ള ആൾക്കാരെ വരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രക്ക് തിരക്കായിരുന്നു. അന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇത് അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്യാൻ കൊണ്ടുപോയി. ഇപ്പൊ തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ വരാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് വന്നിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ വസുവിന് പ്രഗ്നന്റ് ആയത് മുതൽ എല്ലാ വർഷവും ഇപ്പോൾ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട്. പിള്ളേർക്ക് വലുതാവുമ്പോഴല്ലേ അവർക്കൊക്കെ ആഗ്രഹങ്ങളും കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ളത് തോന്നുക. നമ്മൾ മാത്രമാകുമ്പോൾ നമ്മളതങ്ങ് വിട്ട് കളയല്ലോ. അപ്പോൾ അത് ആകാശത്തൊട്ടിലൊക്കെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഭരണികളും അങ്ങനത്തെ കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കോമഡിയും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡാണ്, ഇതിനുള്ളിലേക്കാണ് ചന്ത വരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ചന്ത നടക്കുന്നത്. എല്ലാ വിവരങ്ങളും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ പോയപാടെ തന്നെ അവിടെ കുറേ പൊട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പൊട്ടും അമ്മ 2 പൊട്ടും എടുത്ത് അടുത്ത ഉദ്ദേശം കമ്മൽ വാങ്ങിക്കുക എന്നുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ തവണ പോയപ്പോൾ നല്ല കമ്മലുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ തിരക്ക് കാരണം. ഈ തവണ നമ്മൾ പോയ സമയത്ത് വലിയൊരു തിരക്കില്ല, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു വാച്ച് നോക്കി, പിന്നെ വികമോളൊരു കമ്മൽ വാങ്ങിച്ചു കേട്ടോ. ഒരുപാട് കമ്മലുണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കമ്മലുകളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാത്തിനും ഒരു ഓവർ കളർ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടില്ല. ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ ഷോപ്പിലൊക്കെ വരിക, പിന്നെ കുറേ ഡിസൈൻസിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റ് കുറവിനൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ സാൻവിക്കും വസുവിനും കളിസാധനത്തിനോടാണ് ഭ്രമം കൂടുതൽ. ഞാനും വികിയും ഭവീച്ചിയും ഫാൻസി ഐറ്റംസിലേക്കാണ് കേട്ടോ കൂടുതൽ പോയത്. അപ്പോൾ അതാ ഞങ്ങൾ കുറേ ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങ് ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ചിരാതൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിനുള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര തിരക്ക് തന്നെ, ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അതിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ സാൻവി എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഈ ചോക്ലേറ്റുകളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഒരു സുഖം തോന്നിയിട്ടില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കാണ് നമ്മൾ നടന്നു വരുന്ന വഴിയൊക്കെ. അപ്പം പിന്നെ അധികം നിന്നില്ല, കാരണം ബുദ്ധിമുട്ടാണ് അതിലൂടെയൊക്കെ വരാന്നുള്ളത്. അങ്ങനെ സാൻവി എന്നെ കാണാതെ ലാലോട്ടിൻ്റെ അടുത്തുനിന്ന് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ചെവിയിൽ വെക്കുന്നതൊക്കെ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ ഏതെങ്കിലും റൈഡിൽ പിള്ളേരെ കയറ്റാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ കുട്ടികൾക്ക് ആഗ്രഹം വലുതായിരുന്നു. കുട്ടികളുടെ ആഗ്രഹം ആകാശത്തൊട്ടിലും തോണിത്തൊട്ടിലും ഒക്കെയാണ്. ഈ പറഞ്ഞ ഞാനായിക്കോട്ടെ ബബീച്ചി ആയിക്കോട്ടെ ഇതിലൊന്നും കയറില്ല, കാരണം ഞങ്ങൾക്ക് പേടിയാണ്. ഒന്നാമത് തലചുറ്റലും ഛർദിയും മൈഗ്രെയിനും എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിലൊന്നിലും കയറാറില്ല കേട്ടോ. അപ്പം പിള്ളേരെ ഒറ്റയ്ക്ക് വിടാനും പറ്റൂലല്ലോ, ലാലോടിനും കയറാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പിള്ളേരോട് പറഞ്ഞ് വേറെ ചെറുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറിക്കോ എന്നുള്ളത്. പക്ഷേ ചെറുതിലാണെങ്കിൽ കുട്ടികൾക്ക് കയറാൻ ആഗ്രഹവും ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാൽ പിന്നെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചോന്നും പറഞ്ഞിട്ട് അവിടെ നിന്നു കേട്ടോ. അമ്മ ഇത് കണ്ടിട്ട് അമ്പരന്നിങ്ങനെ നിൽക്കുന്നുണ്ടേ. അമ്മ മാത്രമല്ല ഞങ്ങളെല്ലാവരും, കാരണം ഇതിലൊക്കെ കയറിയവരെ ഞങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. ധൈര്യം അപാരം തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളുടെ അടുത്ത ചടങ്ങ് എന്നുള്ളത് ഇവിടുത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. എങ്ങനെ പോയാലും മുളക് ബജിയും കോളിഫ്ലവർ പൊരിച്ചതും ഞങ്ങൾ വാങ്ങി തിന്നിട്ടേ വരുള്ളൂ. അത് ഏത് ചന്ത ആയിക്കോട്ടെ ഞങ്ങളത് വാങ്ങി തിന്നും. പിന്നെ ഇപ്പോൾ വികയുള്ളത് കൊണ്ട് തന്നെ ഓള് പിന്നെ ഇപ്പോഴത്തെ 2K കിഡാണല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു, എന്തോ പാനിപൂരി. ഇത് ഞാൻ ഏതോ ഒരു ഹിന്ദി സിനിമയിലാണ് കേട്ടോ ഫസ്റ്റ് കാണുന്നത്. റബ്നെ ബനാദി ജോഡി ആണെന്ന് തോന്നുന്നു. ആ സിനിമയിൽ ഇതിങ്ങനെ കഴിക്കുന്ന കണ്ടിട്ട് അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഈ സാധനം എന്നുള്ളത്. ഇപ്പോഴല്ലേ ഈ ട്രിക്കൊക്കെ മനസ്സിലായത്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ലാലോട്ടിനൊരു കാടമുട്ട വാങ്ങിച്ചു, പിന്നെ കോളിഫ്ലവർ വാങ്ങിച്ചു, മുളക് ബജി വാങ്ങിച്ചു. അങ്ങനെ ഒരുവിധം ഒരാളുടെ വയറ് നിറക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മളവിടുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ദേ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് അച്ഛൻ അവിടെ ഉണ്ട് കേട്ടോ. അച്ഛൻ ഈ തിരക്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീമും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബീച്ച് പോയിട്ട് എനിക്കും പിള്ളേർക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ പിള്ളേർ കഴിഞ്ഞാലുള്ളൊരു കുട്ടി ഞാനാണല്ലോ. അപ്പം ഞാൻ അവർക്കൊരു കമ്പനി കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനും പിള്ളേരും കൂടെ നിന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്നതാണ്. വസുവിന് കൊടുത്തിട്ടില്ല, കാരണം വസു രാവിലെ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ തണുപ്പ് പിടിച്ച് ഞങ്ങൾ ഈ ചന്ത എല്ലാം കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് വസുവിന് അമ്മയും ബബീച്ചിയും കൂടെ ഒരു കോണ് വാങ്ങിച്ചു കൊടുത്തിട്ട് ദൂരെ പോയി നിന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടി അതങ്ങനെ അവിടുന്ന് തിന്നുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് നന്നായിട്ട് അറിയാം, കുട്ടി പറയുന്നുണ്ട് അതിൽ നിറക്കേണ്ട സാധനം നിറച്ചിട്ടില്ല എന്ന്. അവസാനം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അവന് കൊടുത്ത്. അങ്ങനെ ഇതാ ചന്തയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാക്കി വേറെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ വൈകുന്നേരം ഒരു 5:30 മുതൽ ഒരു 7:30 വരെ നമ്മൾ അവിടെ നിന്നിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാൻവിക്ക് വയറുവേദനയായിട്ടാണ് ഇരിക്കുന്നതെന്നാ പറഞ്ഞത്. കാരണം എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കണ്ണ് തള്ളിയിട്ടുണ്ട്. എല്ലാം കൂടെ ആയപ്പോൾ കുട്ടിക്ക് വയറുവേദനയാവുന്നെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് പോരാൻ നോക്കുമ്പോൾ പിന്നെയുള്ള പരിപാടി എന്ന് വെച്ചാൽ ചന്തയിൽ എത്തിക്കഴിഞ്ഞാൽ പൊരി വാങ്ങണമല്ലോ. അപ്പോൾ ആദ്യമൊക്കെ കറുത്ത ഹൽവയും ചുവപ്പ് ഹൽവയും മഞ്ഞ ഹൽവയൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു കറുപ്പ് ഹൽവയാണ്. ഇപ്പൊ കുറച്ചടുത്ത കാലത്തോളായിട്ട് പലതരം ഹൽവകളാണ്. ഏത് തരം ഹൽവ വേണമെങ്കിലും നമുക്ക് ചന്തയിൽ പോയാൽ കിട്ടും. അന്നേരമൊക്കെ ചന്തയിൽ പോയി കഴിഞ്ഞാലേ കറുത്ത ഹൽവ കിട്ടുകയുള്ളൂ, ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്കൊന്നും ആ വലിയ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങളൊരു ഗോതമ്പത്തിന്റെ ഹൽവയും വാങ്ങിച്ച് കുറച്ച് പൊരിയും വാങ്ങിച്ച്. പൊരിയിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചന്തയോട് ടാറ്റയും പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഒരു ലൈറ്റ് ചായ കുടിക്കാമെന്നും പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ സാൻവി അതിനിടയിൽ കുറേ സാധനങ്ങൾ ഇനിയും വാങ്ങാനുണ്ടായിരുന്നു. എല്ലാം ഒന്ന് കണ്ടു തീർന്നില്ല എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി അടുത്ത കൊല്ലം വാങ്ങിക്കാമെന്ന് ഓളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്ന്. അങ്ങനെ നമ്മൾ നേരെ വരുന്ന വഴിയിൽ 110 കഫേ 110 കയറി. അവിടെ പിന്നെ പൊറോട്ട ഐറ്റംസും പിന്നെ ദോശ വെറൈറ്റീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു പനീർ ദോശയും ഒരു കൊത്തു പൊറോട്ടയും വാങ്ങിച്ച് നമ്മളെല്ലാവരും ഷെയർ ഇട്ട് അവിടെ നിന്ന് ചായ കുടിച്ചേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ. കുടുംബത്തോടൊപ്പം ചിലവഴിച്ച കുറച്ച് നല്ല അടിപൊളി നിമിഷങ്ങൾ അതെങ്ങനെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നേന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു വടകരക്കാരിയാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.